അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗോവധം ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ പറ്റില്ല. 1960 ആക്ടിന് വിരുദ്ധമായിട്ടുള്ള ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ചട്ടം അതും ഇവിടെ നിലനിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് പക്ഷേ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കുറേ സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്, അത് നമ്മൾ കണ്ടുപോകണം. ഇതൊരു ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇതൊരു ന്യൂനപക്ഷ വിരുദ്ധമായി ചിത്രീകരിക്കാൻ ചില ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അതിനോട് എനിക്ക് യോജിക്കാനേ പറ്റില്ല. ഇതൊരു ന്യൂനപക്ഷത്തിൻ്റെ, അതിനേക്കാളും കൂടുതൽ ദളിതരും പാവപ്പെട്ടവരും ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുണ്ട്. നിരവധി വ്യവസായ സ്ഥാപനങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അവിടെയൊക്കെ പണിയെടുക്കുന്ന തൊഴിലാളികളുണ്ട്, അവരൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടൊരു കേവലം ഭക്ഷ്യ വസ്തു എന്നതിനേക്കാൾ അപ്പുറം ഇതൊരു തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത് എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്നതാണ്. അപ്പം ജനങ്ങളുടെ ഒരു മൗലിക അവകാശത്തിനെതിരായിട്ടുള്ള, ജീവിക്കാനുള്ള, സ്വതന്ത്രമായി തൊഴിൽ ചെയ്യാനുള്ള ഒരു അവകാശത്തിന് നേരെയുള്ള ഒരു ആക്രമണമാണിത്.